ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരു വാർത്താ ദിനം കൂടി ഇന്ന് തുടങ്ങുമ്പോൾ നല്ല കുറേ വാർത്തകൾ വിശേഷങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ആദ്യ വാർത്ത ആരംഭിക്കുന്നത്. സ്വാഗതം എല്ലാവർക്കും. കൊച്ചി മെട്രോ രാജനഗരിയിലേക്ക് തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 4 വർഷത്തിനകം കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ ദീർഘിപ്പിക്കുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. അതിരപ്പള്ളിയിൽ ഇന്ന് കോൺഗ്രസിന്റെ കരിദിനം. സഞ്ചാരികളെ മേഖലയിൽ പ്രവേശിപ്പിക്കില്ല. കോഴിക്കോട് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ മയക്കുവെടി വയ്ക്കാൻ ഉത്തരവ്. വെറ്റിനറി വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ 4-അംഗ സമിതി. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ച പരിശോധിക്കും. കോളേജിന് മുന്നിലെ സമരക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ്. ഓരോ കൊച്ചുനാടിന്റെ ഓരോ പ്രായമായ ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ നമ്മുടെ നാടിന്റെ അതിലൊരു മാറ്റമാണ്. ആ മാറ്റത്തിലേക്ക് മറ്റൊരു ശക്തി ഇടതുപക്ഷമാണെന്ന് പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലെന്ന് തിരുവനന്തപുരത്തെ ഇടതു സ്ഥാനാർത്ഥി. പന്ന്യൻ രവീന്ദ്രന്റെ റോഡ് ഷോ തുടരുന്നു. തിരുവനന്തപുരത്തിന് മോഡിയുടെ ഗ്യാരണ്ടി വികസനമെന്ന് NDA സ്ഥാനാർത്ഥി. ധനപ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയെന്നും രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി സംസ്ഥാന നേതൃത്വം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെ. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും ആദ്യ വാർത്തയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ നേരെ കൊച്ചിയിലേക്കാണ് പോകുന്നത്. കൊച്ചി മെട്രോയുടെ 1-ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായ തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാവിലെ 10 മണിക്ക് കൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യുക. ജനപ്രതിനിധികളും വിവിധ വിശിഷ്ട വ്യക്തികളും സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. 1.35 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. ആലുവ മുതൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരെ 25 സ്റ്റേഷനുകളായി 28.125 കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോയുടെ 1-ാം ഘട്ടത്തിൽ പിന്നിടുക. ആലുവ മുതൽ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ 75 രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക്. ഇതിൽ 15 രൂപ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. നാല് വർഷത്തിനകം കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ ദീർഘിപ്പിക്കാനാകുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. വിചാരിച്ചതിലും വേഗത്തിൽ 1-ാം ഘട്ടം പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും 2-ാം ഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. Commercial activities also നമ്മുടെ it will be ഇത് കമ്മ്യൂട്ടർഷിപ്പ് വർധന സഹിതം ഇതൊരു ലിങ്ക് ഉണ്ടല്ലോ, ലിങ്കേജ്. അതുകൊണ്ട് സോ ഇറ്റ് ഈസ് ഗുഡ് തിങ്. കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ മെട്രോ ഒരു ട്രാൻസ്പോർട്ട് സർവീസ് പ്രൊവൈഡറാണ്. എല്ലാവർക്കും ഒരു നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഫാസിലിറ്റേറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ ഏറ്റവും പീപ്പിൾ ഫ്രണ്ട്ലി സ്റ്റേഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ ചെയ്തു. പിന്നെ അത് ഇവിടെ ഒരു ആംബിയൻസ് നല്ലതാണ്, ഒരു ആൾക്കാർക്ക് ഇരിക്കാം. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും. ഇന്ന് ആളുകൾക്ക് നെടുമ്പാശ്ശേരിയിൽ പോയി ഇറങ്ങാൻ കഴിയും. അതാണ് തേർഡ് ഫേജിലെ ഇപ്പോൾ അവിടുത്തെ റിപ്പോർട്ട് വന്നിട്ടുണ്ടോ. ഇപ്പോൾ ഒരു CMP കോംപ്രിഹെൻസീവ് മൊബിലിറ്റി പ്ലാനിന്റെ ഒരു യോഗം വിളിക്കണം ഈ മാസം. അങ്ങനെ വിളിച്ചിട്ട് അതിലെ ശേഷം ഒരു അപ്രൂവൽ ഗവൺമെന്റിന്റെ വേണം. അപ്പോൾ ഗവൺമെന്റ് അപ്രൂവൽ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അത് വരും, ഇന്നോ ഇല്ലെങ്കിൽ നാളെ വരും. പക്ഷേ സെക്കൻഡ് ഫേസ് 2026
ഇത് എൻ്റെ ഒരു പേഴ്സണൽ എസ്റ്റിമേറ്റ് ആണ്. സോ 2028-29 അത് പൂർത്തിയാക്കാൻ സാധിക്കും. അതാണ് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ഇതാണ്. പക്ഷെ അതിലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റിന്റെ അനുഗ്രഹം എല്ലാം വേണം. കൊച്ചിയുടെ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടി ആക്കി മാറ്റാൻ ഇത് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചി നേരത്തെ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. ഇപ്പോൾ കുറച്ചുകൂടി സൗകര്യങ്ങളെല്ലാം കൂടി. ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് നമ്മുടെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ടോ, പിന്നെ മെട്രോയിൽ യാത്ര ചെയ്യുന്നുണ്ടോ. ഇന്നലെ ഒരു ഫോറിൻ കപ്പിൾ തന്നെ പറഞ്ഞു, നിങ്ങളുടെ മെട്രോ വളരെ ക്ലീൻ ആണ്, വളരെ നല്ലതാണ്. ദാറ്റ് ഈസ് വെരി ഹാപ്പി. ഐ എം വെരി ഹാപ്പി. അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് ഇന്ന് കരിദിനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സഞ്ചാരികളെ ഈ മേഖലയിൽ പ്രവേശിപ്പിക്കില്ല. പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനവകുപ്പിന്റെ തീരുമാനം. കോഴിക്കോട് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വനപാലകരെ ഉൾപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില കാരണം കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തുവരാൻ സാധ്യതയുള്ളതിനാൽ വനത്തിൽ പ്രവേശിക്കരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഏതെങ്കിലും വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം കണ്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പറഞ്ഞു. വയനാട് പൂക്കോട് കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ സർവകലാശാല 4 അംഗ സമിതിയെ നിയോഗിച്ചു. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയാണ് വൈസ് ചാൻസലർ നിയോഗിച്ച സമിതി പരിശോധിക്കുക. അതിനിടെ കോളേജിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ സമരക്കാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടനാ അധ്യക്ഷന്മാർ സംയുക്തമായി നടത്തുന്ന നിരാഹാര സമരം 3ാം ദിവസത്തിലേക്ക്. ഇന്നലെ രാത്രി VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിലെ സമരപന്തലിലെത്തി. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമരനായകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കിയിരിക്കുന്നത്. കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ വീട്ടമ്മയെ രക്ഷപ്പെടുത്തി. 20 മണിക്കൂറിന് ശേഷമാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. അടൂർ പരുത്തിപ്പാറയിലെ എലിസബത്ത് ബാബുവിനെയാണ് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിയോടെയാണ് എലിസബത്തിനെ കാണാതായത്. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടാനായി ഓടിയപ്പോൾ കിണറ്റിൽ വീഴുകയായിരുന്നു. എലിസബത്ത് കിണറ്റിൽ വീണ കാര്യം അറിയാതെ വീട്ടുകാരും നാട്ടുകാരും തെരച്ചിൽ നടത്തി. ചൊവ്വാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് എലിസബത്ത് കിണറ്റിൽ വീണ വിവരം അറിയുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അരൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘം എലിസബത്തിനെ രക്ഷപ്പെടുത്തി. ന്യൂസ് 18 പത്തനംതിട്ട. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകും. സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം തീരുമാനിക്കും. സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. അന്തിമ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളുടെ ഭാഗമായാണ് KPCC അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഹൈക്കമാൻഡ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. മുഴുവൻ സിറ്റിംഗ് എംപിമാരും മത്സരിക്കണമെന്ന നിലപാടിൽ ഹൈക്കമാൻഡ് നേതൃത്വം നേരത്തെ മുതൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു. പക്ഷേ കണ്ണൂരിൽ മത്സരിക്കുന്നതിനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് K സുധാകരൻ ഹൈക്കമാൻഡിനെ വ്യക്തിപരമായി തന്നെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ ആകാംക്ഷയും പ്രവർത്തകർക്കിടയിൽ ഏറുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ തന്നെ മത്സരിക്കണമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാട്. അങ്ങനെ രാഹുൽ വയനാട്ടിൽ മത്സരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള പ്രതിനിധിയായിരിക്കും ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിയായി വരിക എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് തന്നെയായിരിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയെന്നാണ് സൂചന. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമാകുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന വിവരം. പ്രചരണ രംഗത്ത്
ബഹുദൂരം മുന്നിലാണ് തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ. റോഡ് ഷോയിലൂടെയാണ് പന്ന്യന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. ഇത്തവണ തിരുവനന്തപുരം തിരിച്ചുപിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണിയുടെ പ്രവർത്തകർ. തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രചരണം, വാഹന പ്രചരണ യാത്ര, റോഡ് ഷോ നെയ്യാറ്റിൻകര മണ്ഡലത്തിൽ പുരോഗമിക്കുകയാണ്. വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നു. 1.5 പതിറ്റാണ്ടിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം? ഇപ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് എന്റെ ശക്തി, നിങ്ങളാണ് എന്റെ കരുത്ത്, ഈ നാടിന്റെ വികസനം അതാണ് എന്റെ ലക്ഷ്യമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ഓരോ കൊച്ചു ഈ നാടിന്റെ സർവോത്കൃഷ്ടമായ പ്രായമായ പ്രവർത്തനങ്ങൾക്ക് പിൽക്കാലവും തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കഴിവും കരുത്തുമുള്ള നാടിന്റെ പ്രിയപ്പെട്ടവൻ, ഈ നാടിന്റെ കൂട്ടുകാരൻ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ഇതായി വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. ശക്തി ഇടതുപക്ഷമാണെന്ന് ലാളിത്യത്തിന്റെ പ്രതീകം, നന്മയുടെ പ്രതീകം, സ്നേഹത്തിന്റെ പ്രതീകം സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. ഇന്ന് രാവിലെ മുതലേ ഇവിടെ നടന്ന എല്ലാ സ്വീകരണ പരിപാടികളും ആവേശകരമായി. ഒരു വെയിലത്തും നൂറുകണക്കിന് മനുഷ്യരാവും നമ്മളെ കൂട്ടി. അത് വെറുതെയല്ല, നമ്മുടെ നാടിന്റെ ഒരു ഏറ്റവും വലിയ ഞാൻ 2005 അന്ന് കണ്ടതിന്റെ ഇരട്ടി ആവേശം. അതുകൊണ്ട് കൂടുതൽ ആവേശമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാണുന്നില്ലേ, കൊച്ചു കുട്ടികൾ പോലും എല്ലാവരും നമ്മളോടൊപ്പമുണ്ട്. അതാണ് ആശ്വാസം, അതാണ് നമ്മുടെ കരുത്ത്. അത് ഈ എല്ലാ പ്രദേശങ്ങളും കാണാം. UDF-ന്റെയും BJP-യുടെ സ്ഥാനാർത്ഥികളൊക്കെ ആയിക്കഴിഞ്ഞു. എങ്ങനെ കാണുന്നു എതിർ സ്ഥാനാർത്ഥികളെ? ഞങ്ങൾക്കത് പ്രശ്നമല്ല. അരിവാൾ നെൽക്കതിരടയാളത്തിൽ ഈ നാടിന്റെ ജനവിധി തേടിക്കൊണ്ട് നാടിന്റെ ജനവികാരം തേടി നാടിന്റെ സുമനസ്സുകളുടെ അംഗീകാരം തേടി പന്ന്യൻ രവീന്ദ്രൻ ഇതാ ഈ രീതികളിലൂടെ കടന്നു വരികയാണ്. അന്യനല്ല ഞാൻ, പ്രിയമുള്ളവരെ, പന്ന്യനാണ് ഞാൻ. പന്ന്യൻ രവീന്ദ്രൻ ഈ നാടിന്റെ പ്രിയപ്പെട്ടവരിതാ പന്ന്യൻ രവീന്ദ്രൻ ഞാനിവിടെ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കഴിവും കരുത്തുമുള്ള ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ, നാട്ടുകാരുടെ പ്രിയപ്പെട്ടവൻ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ. ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം, എല്ലാ കാര്യങ്ങളും അറിയാം. കാണുന്നില്ല ഉമ്മമാര്, എല്ലാവരും ഇടതുപക്ഷത്തിന്റെ ഹൃദയപക്ഷത്തിന്റെ അതുകൊണ്ട് എനിക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. പാഴായിപ്പോയ 15 വർഷങ്ങളെ തിരിച്ചു പിടിക്കുവാൻ പിന്നെ നമ്മുടെ ആളുകൾ എങ്ങനെയാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക? അപ്പുറത്ത് ശതകോടീശ്വരന്മാരിൽ ഞാൻ പറഞ്ഞു, എന്റെ ശക്തി ഈ നാട്ടിലെ ജനങ്ങളാണ്. കോടിക്കണക്കിന് ജനങ്ങളാണ് നമ്മുടെ കരുത്ത്. അതുകൊണ്ട് നമ്മുടെ ശക്തി ജനങ്ങളിലാണ്. ജനങ്ങൾ മതി നമുക്ക്. പണം വേണ്ട, കോടികൾ വേണ്ട, ജനങ്ങൾ മതി. ഈ കോടീശ്വരന്റെ ശതകോടീശ്വരന്റെ ഒക്കെ പണത്തിന്റെ ശക്തി അവർക്ക് ഗുണമാവില്ലേ? അത് ഈ നാട്ടിൽ കുറെ എന്തൊടുക്കിയാലും തിരക്കില്ല. നമുക്ക് ഈ മണ്ണിൽ ജയിച്ചു വരാൻ കഴിയും. കാരണം ഇതൊരു പാരമ്പര്യമുള്ള മണ്ണാണ്, നവോത്ഥാനത്തിന്റെ മണ്ണാണ്. ആ മണ്ണിൽ ജയിച്ചു വരാൻ കഴിയുന്ന പൂർണ്ണ വിശ്വാസം. ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണോ ഇപ്പോൾ ഇടതുമുന്നണിക്ക് സംസ്ഥാനത്ത് പൊതുവെ തിരുവനന്തപുരം മണ്ഡലത്തിലുമാണ്? തീർച്ചയായിട്ടും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ ബോധപൂർവം ഇവിടെ എങ്ങനെയും ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കേന്ദ്ര ഭരണാധികാരികളും സംസ്ഥാനത്തെ പ്രതിപക്ഷം, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. അത് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇപ്പൊ നമുക്ക് നിങ്ങൾക്കറിയാം, അടുത്ത കാലത്തായി സുപ്രീം കോടതിയിൽ വന്നൊരു കേസ്, നമ്മൾ കൊടുത്ത കേസ്. ആ കേസിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ അവിടെ വെച്ച് പരസ്യമായൊരു കാര്യം പറഞ്ഞല്ലോ, ഈ ക്ലാസിൽ 13,008 കോടി ഇപ്പൊ പുറത്തു നമുക്ക് നൽകി തീർക്കാം. അതിനർത്ഥം എന്താ? ഈ നാടിന് ആവശ്യമുള്ള കാശ് അവർ പിടിച്ചു വെച്ചു എന്നുള്ളതല്ലേ? അതിപ്പോ ബോധ്യമാണ്.
അതെല്ലാം ജനങ്ങൾ അറിയുന്നു. എല്ലാം ജനങ്ങളോട് പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങൾ ഈ നാടിന്റെ സർവോന്മുഖമായ വികസന പ്രവർത്തനങ്ങൾക്ക് സഹകരിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമുണ്ട്. ഞാൻ നേരത്തെ ഇവിടെ ജയിച്ചതാണ്. അതുകൊണ്ട് ജനങ്ങൾ ആ ബോധം ജനങ്ങളെ മനസ്സിലുണ്ട്. സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം പോലും മുടങ്ങിയ ഒരു സാഹചര്യമുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്? അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. ജനങ്ങൾക്ക് ഓരോ കാര്യങ്ങളും വെറുതെ പറഞ്ഞല്ല, ഞങ്ങൾ പറയുന്ന ഫാക്ടിന്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന വികസനം ഇപ്പൊ ഇന്ത്യയിൽ കേരളം പോലൊരു സംസ്ഥാനം എവിടെയാവുന്നത്? ഇവിടെ മരണനിരക്ക് മനുഷ്യന്റെ ആരോഗ്യം, അവരുടെ ജീവിതമാർഗങ്ങൾ പരിഹരിക്കുന്ന ഏത് ആപൽ ഘട്ടത്തിലും ജനങ്ങളെ സംരക്ഷിക്കാൻ ഒരു നാഥനുണ്ട് എന്ന ബോധം ഇവിടെ കണ്ടുവരുന്നു. അതാണ് നിപ്പ വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഇവിടെ പ്രളയം വന്നപ്പോഴും ജനങ്ങളോടൊപ്പം ഗവൺമെന്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ട ജനങ്ങൾ ഈ ഗവൺമെന്റിനെ ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന ബോധപൂർവം കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയിരിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും മുറിച്ചു കടക്കാൻ ജനങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. എന്തൊക്കെ പ്രചരണം വന്നാലും തിരക്കില്ല, ജനങ്ങൾ നേരിന്റെ വഴിയിൽ നിൽക്കും, ഞങ്ങൾ മുന്നോട്ട് വരും ചെയ്യും. BJP സ്ഥാനാർത്ഥി ഇന്നലെ പറഞ്ഞത് തിരുവനന്തപുരത്ത് IT ഹബ്ബാക്കി മാറ്റുമെന്നാണ്. ശശി തരൂർ നേരത്തെ പറയുന്നത് ബാഴ്സലോണയുടെ ട്വിൻ സിറ്റിയാക്കി തിരുവനന്തപുരം മാറ്റുമെന്നാണ്. എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? IT മേഖലയിൽ തിരുവനന്തപുരത്ത് കേരളത്തിലുള്ള മാറ്റം എങ്ങനെയാണ്? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ ഇന്ന് 1.25 ലക്ഷം ജനങ്ങൾ, തിരുവനന്തപുരത്ത് 1 ലക്ഷത്തോളം ജനങ്ങൾ, 3.25 ലക്ഷത്തോളം ജനങ്ങൾ ഇതാ എറണാകുളത്തും അതുപോലെ ചേർത്തലയിലും കോഴിക്കോട്ടും കേരളത്തിലെ IT നമ്മുടെ IT മേഖലയിൽ പരമാവധി സഹകരണം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ആ IT മേഖലയിൽ എത്രമാത്രം മുന്നോട്ട് പോയ നമ്മൾ മുമ്പിലാന്ന് പറയുന്നത് IT ഹബ്ബാക്കാൻ ശ്രമിക്കും. ഈ IT ഹബ്ബാക്കാൻ ശ്രമിക്കും പറഞ്ഞ ആൾ ഒരു കേന്ദ്രമന്ത്രിയായിരുന്നല്ലോ. അദ്ദേഹത്തിന് ഒരുപാട് കാര്യം ചെയ്യാൻ കഴിയുന്ന ആളായിരുന്നല്ലോ. അദ്ദേഹം ഇതുവരെ എന്ത് ചെയ്യുന്നു ജനങ്ങൾ ചോദിച്ച മറുപടി പറയുന്നത് ഞാൻ അതിനൊന്നും മറുപടി പറയാൻ പോകുന്നില്ല. കാരണം ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ മറ്റൊരു സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഒരു തർക്കത്തിന് ഞാനില്ല. ഞാൻ എന്റെ കാര്യം പറയുന്നത്. പക്ഷെ നാട്ടിലെ സത്യം മറക്കരുത് എന്നേ പറയാം. തിരുവനന്തപുരത്തെയും കേരളത്തിന്റെയും സമഗ്ര വികസനം ഉറപ്പുവരുത്താനാണ് വോട്ട് തേടുന്നതെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട്. തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനപ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. തിരുവനന്തപുരത്തിന് പുതുമുഖമാണെങ്കിലും മുതിർന്ന നേതാക്കളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടാണ് BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരന്റെ പ്രചാരണം തലസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആദ്യ ദിനം പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ? ഇന്നലെ കണ്ടില്ലേ, സ്വീകരണം നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഇവിടെ തിരുവനന്തപുരത്ത് ഈ പ്രാവശ്യം ചേഞ്ച് വേണമെന്ന് ജനങ്ങൾ പറയുന്നു. അവർക്ക് ഒരു വളരെ ഡീപ്പ് ഒരു ഫീലിംഗ് ഉണ്ട്. മോദിജി 10 കൊല്ലമായിട്ട് ദേശത്തിൽ ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് ഇവിടെയും വേണം, തിരുവനന്തപുരത്തും വേണം, കേരള നാട്ടിലും വേണം. അതാണ് ഞങ്ങളൊരു വികസന തിരുവനന്തപുരത്തെ ഒരു ഫ്യൂച്ചർ വികസനത്തിനെ പറ്റിയിട്ടാണ് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡിബേറ്റും ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് അതാണ്. അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. ഇവിടെ 15 കൊല്ലമായിട്ട് ഒരു ഡെവലപ്മെന്റ് ഇല്ലാണ്ട് ഇവിടെ ജോബ്സും ഇൻവെസ്റ്റ്മെന്റും സ്കിൽസും ഒന്നും നടക്കുന്നില്ല നമ്മുടെ തിരുവനന്തപുരത്തും കേരളയിലും. അത് മാറ്റാനാണ് ഞങ്ങളുടെ ഒരു പ്രയാസം, ഞങ്ങളുടെ ഒരു പ്രയത്നം. ഒരു കാര്യം കൂടി, തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി എന്താണ്? മോദിജിയുടെ ഗ്യാരണ്ടി തിരുവനന്തപുരത്തും എല്ലാം നമ്മുടെ ഫുൾ കൺട്രിക്കും അത് ഓരോ ഗ്യാരണ്ടിയാണ്. വികസനം. നമുക്ക് 10 കൊല്ലത്തില് ഇന്ത്യനെ ഫ്രജൈൽ 5 ടോപ്പ് 5 ആക്കിയ പ്രധാനമന്ത്രി തിരുവനന്തപുരം കേരളനെ അതേമാതിരി വികസനത്തിന്റെ ഒരു പ്രക്രിയ ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യുന്ന അതാണ് ഗ്യാരണ്ടി. ഇവിടെ സ്കിൽസ് എല്ലാ കുട്ടികൾക്കും ഞാൻ ഇന്ന് രാവിലെ ഒരു ഗ്യാരണ്ടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ 5 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുട്ടിയും ഉണ്ടാവില്ല സ്കില്ലില്ലാണ്ടെയും എഡ്യൂക്കേഷൻ ഇല്ലാണ്ടെയും എംപ്ലോയബിൾ സ്കിൽസ് ഉള്ള ട്രെയിനിങ്. ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങളൊരു ടെക്നോളജി ഹബ്ബും ഡിജിറ്റൽ ഇക്കോണമി സൗത്ത് ഇന്ത്യന്റെ ഏറ്റവും വലിയ ഡിജിറ്റൽ ഇക്കോണമി ആക്കും. ഇവിടെ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് കൊണ്ടുവന്ന്
ഇവിടെ ജോബ്സ് ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ഇതാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിന്റെ ഗ്യാരണ്ടി. അതെ, ഈ സംസ്ഥാനത്തോട് വലിയ അവഗണന കേന്ദ്ര സർക്കാർ തുടരുകയാണെന്ന ആക്ഷേപമാണ് ഈ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കിട്ടുന്നതിൽ തടസ്സം വരുമ്പോൾ അടക്കം ധനമന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് അവരൊരു രാഷ്ട്രീയ നാടകമാണ്, എല്ലാവർക്കും അറിയാലോ. ഇതുമാതിരി ആദ്യം ഒരു ആള് പറഞ്ഞത് വിജയ് മല്യയായിരുന്നു. അയാളുടെ കമ്പനിയിൽ കറപ്ഷനും മിസ്മാനേജ്മെന്റും കഴിഞ്ഞ് ശമ്പളം കൊടുക്കാത്ത ടൈം വരുമ്പോൾ അവർ പറയുന്നു എനിക്ക് ബാങ്ക് ലോൺ തരുന്നില്ല. അതേമാതിരി തന്നെയാണ് ഇവിടെ മിസ്മാനേജ്മെന്റ്, ഇക്കണോമിക് മിസ്മാനേജ്മെന്റും കറപ്ഷന്റെ കാരണം ഇവരുടെ അടുത്ത് ഒരു കാശും ഇല്ലാത്ത സമയത്താണ് അവർ ഈ രാഷ്ട്രീയ നാടകം കളിക്കുന്നത്. അവർ ബ്ലെയിം ഗെയിം ട്രൈ ചെയ്യുന്നത്. എല്ലാവർക്കും ഇവിടെ അറിയാം. അവരെന്നെ ഈ ഇവിടുത്തെ സർക്കാർ തന്നെ സുപ്രീം കോർട്ടിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട് 10 കൊല്ലത്തില് 2016 തൊട്ട് ഇതുവരെ 8 കൊല്ലത്തില് 1 ലക്ഷം കോടിന്റെ അവർ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ മിസ്മാനേജ്മെന്റിന്റെ കാരണം. ഇന്ന് കേരളയില് റെമിറ്റൻസ് നിന്നാൽ കേരളന്റെ സ്ഥിതി ശ്രീലങ്കയിൽ ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം കണ്ട മാതിരി ആ സ്ഥിതിനേക്കാണ് 10 ഇരട്ടി മോശമാവും. ഇവിടെ അതിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയേ ഉള്ളൂ, അത് ഇക്കണോമിക് മിസ്മാനേജ്മെന്റ് ബൈ ഇവിടുത്തെ ഇന്ത്യ ഗവൺമെന്റിന്റെ പിണറായി വിജയൻജി. എന്തായാലും വളരെയധികം നന്ദി. തിരക്കിനിടയിലും ഞങ്ങളോട് പ്രതികരിച്ചതിന്. അദ്ദേഹം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ ധൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടായത് എന്നാണ്. മത നേതാക്കളെയും സാമുദായിക നേതാക്കളെയും ഒക്കെ കണ്ട് സാംസ്കാരിക നേതാക്കളുടെ അടക്കം പിന്തുണ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അദ്ദേഹത്തോടൊപ്പമുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിൽ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ഹരികൃഷ്ണനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് വെറും ഒരു ശില്പമാകരുത്, ഇതിലൊരു വലിയ സന്ദേശം കൂടിയുണ്ട്. പാലാ പൂവരണിയിൽ ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അച്ഛനും അമ്മയും 3 കുട്ടികളുമാണ് മരിച്ചത്. ഭാര്യയെയും മക്കളെയും കൊലപ്പെടുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തതായാണ് പ്രാഥമിക നിഗമനം. പാലക്കാട് അട്ടപ്പാടിയിൽ നായാട്ടു സംഘം പിടിയിൽ. സാമ്പാർകോട് മലബാരത്ത് വേട്ടയാടുന്നതിനിടയിലാണ് നായാട്ടു സംഘത്തെ പിടികൂടിയത്. 6 പേർ സംഘത്തിലുണ്ടായിരുന്നു. 2 പുള്ളിമാനെ ഇവർ വേട്ടയാടി. പെട്രോളിംഗിനിടെയാണ് ഇവർ പിടിയിലായത്. മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് റാഫി, സോബിൻ, സിജോ, ഷമീർ എന്നിവരാണ് പിടിയിലായത്. കേരള സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. മുൻ VC ഡോക്ടർ സിസ തോമസിനെതിരായ സർക്കാരിന്റെ ഹർജി സുപ്രീംകോടതി തള്ളി. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ ഉദ്യോഗസ്ഥരെ ബലിയാടാക്കരുതെന്നും കോടതി. കേസിൽ വിശദമായ വാദം വാർത്തകൾ തുടരുന്നു. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം ഇന്ന്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിയും ഭരണഘടനാ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന പരിപാടിയുടെ ആദ്യഘട്ടമായി മുസ്ലിം വിഭാഗങ്ങളുമായാണ് ഇന്നത്തെ മുഖാമുഖം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് എന്ന പേരിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാകും. മുസ്ലിം സംഘടനാ പ്രതിനിധികൾ, മുതവല്ലിമാർ, മഹൽ കമ്മിറ്റി ഭാരവാഹികൾ, മദ്രസ അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും. മോഡലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് IPL താരം അഭിഷേക് ശർമ്മയെ ചോദ്യം ചെയ്തു. സൂറത്തിലെ വെസു പോലീസ് സ്റ്റേഷനിലാണ് അഭിഷേക് ശർമ്മ ഹാജരായത്. IPL താരമായ അഭിഷേക് ശർമ്മ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടിയാണ് കളിക്കുന്നത്. മോഡൽ താന്യ മരിക്കുന്നതിന് മുൻപ് അഭിഷേക് ശർമ്മയ്ക്ക് സന്ദേശങ്ങൾ അയച്ചിരുന്നു. ഇരുവരും തമ്മിൽ ദീർഘനാളത്തെ അടുപ്പമുണ്ടെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങളാണ് അയച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താരത്തെ ചോദ്യം ചെയ്തത്. ന്യൂസ് 18 കേരളം സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ER രാകേഷിന്റെ വോട്ടിൽ വളർന്ന ഇന്ത്യ എന്ന പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യും. ജനാധിപത്യ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രമാണ് ഉള്ളടക്കം. തെരഞ്ഞെടുപ്പ് കണക്കുകൾക്കൊപ്പം രാഷ്ട്രീയത്തിലെ അപൂർവ സംഭവങ്ങളും രസകരമായ മുഹൂർത്തങ്ങളും പുസ്തകത്തിലുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് പ്രസാധകർ. മന്ത്രി MP രാജേഷാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്.
KS സേതുമാധവൻ മാധ്യമ പുരസ്കാരം ഇന്ന് വിതരണം ചെയ്യും. KSN സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന മാധവം 2K24 പരിപാടിയിലാണ് പുരസ്കാര വിതരണം. ന്യൂസ് 18 കേരളം സീനിയർ ആങ്കർ KP അഭിലാഷ് മികച്ച അവതാരകനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നടൻ പ്രേംകുമാറിന് സമ്മാനിക്കും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. ശ്രീപ്രിയയ്ക്ക് ജീവിക്കാൻ നിങ്ങളുടെ സഹായം വേണം. പാമ്പാടി സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് രക്താർബുദത്തെ തുടർന്ന് മരണത്തോട് മല്ലടിക്കുന്നത്. അടിയന്തരമായി 10 ലക്ഷം രൂപ ലഭിച്ചാൽ ചികിത്സിച്ച് ഭേദമാക്കാമെന്നാണ് ഡോക്ടർമാർ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ഉറപ്പ്. ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാണ് ശ്രീപ്രിയയ്ക്ക്. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ ഷൈജുവിന്റെ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നന്നായി പഠിച്ച് +2 പാസ്സായി. പക്ഷെ അതിനിടെ വില്ലനായി രക്താർബുദം പിടികൂടി. ഇനി ജീവൻ നിലനിർത്തണമെങ്കിൽ തന്നെ നല്ല മനുഷ്യർ സഹായിക്കണം. എൻ്റെ കുഞ്ഞിൻ്റെ ഈ പെടലിൽ ഇവിടെ ഒരു നീര് പോലെ വരികയും അത് ഞങ്ങൾ പാമ്പാടി താലൂക്ക് ആശുപത്രി കാണിക്കുകയും 2 പ്രാവശ്യം കാണിച്ചിട്ട് കുറേ വന്നപ്പം ഡോക്ടർ പറഞ്ഞു കോട്ടയം ജില്ലാശുപത്രി കൊണ്ട് കാണിക്കാൻ. ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇപ്പം ഈ വലത്തെ സൈഡിലത്തെ സിറ്റുവേഷൻ തന്നെ ഇടത്തെ സൈഡിലും വന്നു. വീണ്ടും കിടക്കത്തില്ല, പെടലിൽ തിരിക്കത്തില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് വന്നു. വീണ്ടും ഡോക്ടറെ സമീപിക്കുകയും സാമ്പത്തിക ചിലവുള്ള ഒരു സ്കാൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. സ്കാൻ ചെയ്തു. റിസൾട്ട് വന്നപ്പോഴാണ് ലിംഫോമ എന്ന അസുഖമാണെന്ന് ഇതറിയുന്നത്. RCCയിലാണ് പിന്നീടുള്ള അവിടുത്തെ ചികിത്സയാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത്. 2 വർഷമായി ഇപ്പം അവിടുത്തെ ചികിത്സയിലായിട്ടിരിക്കുക. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഇഞ്ചക്ഷന് 86,000 രൂപയാണ്. നേരത്തെ മാസത്തിലായിരുന്നു. മാസത്തിൽ 2 ഇഞ്ചക്ഷനായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പം മാസത്തിൽ 1 ആക്കിയിരിക്കുക. ഇപ്പോൾ ഈ ഒരെണ്ണം എടുക്കാനുള്ള സാമ്പത്തികം എൻ്റെ കയ്യിലുള്ളൂ. കഴുത്തിൽ നീര് കണ്ടതോടെ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത്. ഇതോടെ പഠനം മുടങ്ങി. തിരുവനന്തപുരം RCCയിൽ ചികിത്സ നടത്തുന്ന ശ്രീപ്രിയയ്ക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അടിയന്തരമായി 10 ലക്ഷം രൂപയെങ്കിലും സഹായം വേണം. നന്നായിട്ട് പഠിക്കാൻ നല്ല മിടുക്കിയായിട്ടുള്ളൊരു കുട്ടിയാണ്. എപ്പോഴും അവളുടെ മുഖത്ത് ഒരു ചിരി എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു കുട്ടിയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം അവളോട് ഒത്തിരി സ്നേഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്കും വലിയ പ്രയാസമായി. അവളെ എങ്ങനെയും ഇവൾക്ക് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉള്ളൊരു കുട്ടിയാണ്. അവളുടെ ആ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ സ്വപ്നങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഇവളുടെ വയ്യാഴിയൊക്കെ മാറി ഒരു മിടുക്കി കുട്ടിയായിട്ട് തിരിച്ചു വരാനായിട്ടും ഒക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ശ്രീപ്രിയക്കുട്ടിക്ക് ആവശ്യമുണ്ട്. അധ്യാപകരുൾപ്പെടെ സഹായിച്ചാണ് ഇതുവരെ ചികിത്സ നടത്തിയത്. സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ ഈ പെൺകുട്ടി നിങ്ങളുടെ കാരുണ്യം തേടുകയാണ്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ആദ്യ വാർത്ത പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം MG ചേരും.